ഓക്കെ, അപ്പൊ ഇതാ ബോർഡ് വന്നു, പെൻ വന്നു, ഒപ്പം തന്നെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എലീനയോട് ഞാൻ ചോദിക്കുന്നു, 1 എന്ന് അക്കത്തിൽ എഴുതുന്നത് എങ്ങനെയാണ്? ONE1. സോറി, സാർ വേണേ പറയാം. 1. ഒന്ന് ഞാൻ ആദ്യം കാണിച്ചു. ഇങ്ങനെയല്ലേ? ഇങ്ങനെന്നല്ല, എങ്ങനെയാണെന്ന് പറയണം. ഒരു വര പോലെ. ഒരു വര. ശരിയായ ഉത്തരം. നല്ലൊരു കൈ കൊടുക്കാം. വളരെ നന്നായി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഒരു വരയാണ്. ഒരു വര വരച്ചില്ല. ഒന്നായില്ലേ? അതായിട്ടില്ല. അങ്ങനെയല്ല, മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര. എന്നോട് ഒരു വരയെന്നാണ് പറഞ്ഞത്. അതെ, മോളിൽ താഴേക്ക് ഒരു വര. ഓക്കെ, മോളിൽ താഴേക്ക് ഒരു വരയല്ല, ഞാൻ 2 വര വര. എന്നാ എനിക്ക് പറയാൻ അവസരം കിട്ടും. എന്താണ്? തീർച്ചയായിട്ടും. നീണ്ട ഒരു വര. നീണ്ട ഒരു വരയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കവിഞ്ഞങ്ങ് പോകത്തില്ലേ? ഇത് വരയല്ലേ? വളയാത്ത ചെറിയ മേളീന്ന് താഴേക്കുള്ള ഒരു വര. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ച കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ട്, ഒന്നെങ്ങനെ എഴുതാം, ഒന്നൊരു വര, ഒറ്റ വര, വളവും വേണ്ട പുളവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര, കുത്തനെ ഒരു വര കുറിയ വര. എലീന എന്തോ നോക്കൂ, ഒന്നായോ? ഒന്നായോ? ഒന്നായില്ലേ? ഒന്നായോ? നന്നായോ? ഇല്ല, നന്നായില്ല. നമ്മളിപ്പോ വേണമെങ്കിൽ ഒന്നായില്ലേ? എലീന പറയുന്നത് ഇങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞല്ലേ? ഇതൊന്നായോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നന്നായോ? നന്നായി വെച്ചാൽ കുഴപ്പമില്ല. നന്നായില്ല. ഒരുമാതിരി നന്നായില്ലേ? ഒന്നായി, നന്നായി, ഒന്നായപ്പോൾ നന്നായി, നന്നായപ്പോൾ ഒന്നായി, ഒന്നായാൽ നന്നാവാം, നന്നായാൽ ഒന്നാവാം, നന്നായി ഒന്നായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, നന്മയുടെ പ്രകാശം പരത്തുന്ന ഒരു ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. നോക്കൂ. അടുത്ത നിമിഷം ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു പോകും. അടുത്ത നിമിഷം ഈ ഭൂമിയിൽ നിന്ന് ഈ മെഴുകുതിരി അലിഞ്ഞില്ലാതാവും. അപ്പോഴും അത് മറ്റുള്ളവർക്ക് നന്മയുടെ, അന്ധകാരത്തെ മാറ്റി നന്മയുടെ പ്രകാശം പകർന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത. ഓക്കെ.